നീ ഈ കുട്ടീനെ അറിയോടാ? ഇല്ല അച്ഛാ, നീ എനിക്ക് പറഞ്ഞിട്ട് പോ. അല്ല, എനിക്ക് അറിയത്തില്ല അച്ഛാ, കണ്ടിട്ടില്ല ഞാൻ. എന്നാ ഇങ്ങ് വാ, ഞാൻ പരിചയപ്പെടുത്തി തരാം. മുൻപരിചയമുണ്ടോ? ഇവള് നമ്മുടെ നാടകത്തിലെ പുതിയ നായികയാണ്. പേര് ബിന്ദു. ഒറ്റപ്പാലത്താ വീട്. അതെ അല്ലേ? അപ്പൊ നമ്മള് ഇനി എല്ലാവരും കേൾക്കാൻ വേണ്ടിട്ട് ഞാൻ പറയാം. അഭിനയിക്കാനൊക്കെ അറിയാവുന്ന ആളാണോ? അല്ല, നിന്റെ അത്രയും പോരാ, എങ്കിലും അവൾ അഭിനയിച്ചോളും. വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് അഭിനയിച്ചോളൂ. അപ്പൊ ഞാൻ പറയാൻ വന്നത്, നമ്മൾ ഇത്രയും നേരം കളിച്ച നാടകം, റിഹേഴ്സൽ ചെയ്ത നാടകമല്ല നമ്മളിവിടെ കളിക്കാൻ പോകുന്നത്. അയ്യോ, മാറ്റുവാണോ? വീണ്ടും മാറ്റി കഴിഞ്ഞാൽ ഡയലോഗ് ഞാൻ പഠിച്ചു. എന്റെ ഡയലോഗ് മറ്റേ കുട്ടപ്പിള്ള ഡയലോഗ് അല്ലേ? അതെ. അത് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം. നീ ഒന്ന് സമാധാനപ്പെടും. ഞാൻ പഠിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ കുറച്ച് നേരം റിഹേഴ്സൽ നടക്കണം. ഞാൻ അല്ല, നീ വേണം. ഇതിനകത്ത് വേറൊരു എക്സ്ട്രാ ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ട്. ആ ആർട്ടിസ്റ്റ് നാളെ എത്തുള്ളൂ. അതിന് പകരം നീ ഡമ്മി ആയിട്ട് നിൽക്കണം. അപ്പൊ നമുക്ക് ആ നാടകത്തിന്റെ റിഹേഴ്സൽ തുടങ്ങാം. മോളെ, നിനക്ക് ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ചോ, പറഞ്ഞോ, മുഖത്ത് നോക്കി തന്നെ ചോദിച്ചോ. എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്ത്? ഞാൻ മനസ്സറിഞ്ഞല്ലേ സ്നേഹിച്ചേ. എന്തൊരു ആത്മാർത്ഥിയായിരുന്നു ഞാൻ നിങ്ങളോട് കാണിച്ചേ. എന്തിനാ എന്നെ ഇങ്ങനെ ചതിച്ചേ? നീ പോയി നിൽക്കടാ, നീ ഡമ്മിയാണ്. ഡമ്മിക്ക് ഡയലോഗ് ഇല്ല, മിണ്ടണ്ട. എന്താണ് ആശാനെ ഈ ഡയലോഗ് ഉള്ളതെല്ലാം കൂടി എനിക്ക് തരുന്നു, ഡമ്മി അവന് കൊടുക്കുന്നു, എനിക്ക് തരൂ ഡമ്മി. അവള് ഡയലോഗ് പറഞ്ഞു തീർക്കട്ടാ. ഞാൻ മറ്റേ ഡയലോഗ് പഠിച്ചോണ്ടിരിക്കുക. എനിക്കറിയണേ എന്നെ എന്തിനാ ചതിച്ചെന്ന് പറയേ. അച്ഛാ, ഇത് നീ അവിടെ പോയി നിൽക്കടാ. മോളെ, നിന്റെ ഡയലോഗ് കഴിഞ്ഞോ? കഴിഞ്ഞു വെച്ചാ. ഇനി ഞാൻ പറയട്ടെ. എടി, ഒരാളെ സ്നേഹിക്കുമ്പോ ആണൊരുത്തനെ വേണം സ്നേഹിക്കാനായിട്ട്. അല്ലാതെ നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി വെച്ചിരിക്കുന്നവനൊന്നും സ്നേഹിക്കാൻ കൊള്ളൂല. നിനക്ക് മനസ്സിലാവണ്ട? എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അച്ഛാ. അവിടെയാണ് പെണ്ണുങ്ങളുടെ കുഴപ്പം. ഈ പെണ്ണ ഞാൻ ഈ നാടകത്തിന് ഒറ്റ പേരേ ഉള്ളൂ. തന്തയ്ക്ക് പിറക്കാത്ത. അത് ഞാനല്ലേ? എല്ലാം കയറി നീ ഏക്കല്ലടാ. സത്യം പറ, സത്യം പറ. ഞാനും ബിന്ദുവായിട്ട് 5 വർഷമായിട്ട് ഇഷ്ടത്തിലാണ് അച്ഛാ. ഞങ്ങള് ഇപ്പൊ ഇറങ്ങി വരുമെന്നൊക്കെ പറഞ്ഞപ്പോ പേടിച്ചിട്ട് ഞാൻ ഒരാഴ്ചയായിട്ട് വിളിച്ചിട്ട് ഫോണൊന്നും എടുക്കില്ല. അങ്ങനെ ബിന്ദു, സോറി ബിന്ദു, വന്നേ 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 അച്ഛാ, എനിക്കൊരു കയ്യബദ്ധം പറ്റി അനുഗ്രഹിക്കണം. ഇനിയിപ്പോ നിന്റെ വേഷം കെട്ടൊന്നും മുമ്പിൽ കാണിച്ചു പോരുത്. ഇല്ല കാണിക്കില്ല. അപ്പൊ എല്ലാം ശുഭമായിട്ട് തീർന്നില്ലേ?